വിജയെ നായകനാക്കി വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ. പൊളിറ്റിക്കൽ കമേഴ്ഷ്യൽ എന്റർടൈനറായി പുറത്തിറങ്ങുന്ന ചിത്രം ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രം കൂടിയാണിത്. ചിത്രത്തിൽ അഭിനയിക്കാനായി വിജയ് വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 275 കോടിയാണ് വിജയുടെ പ്രതിഫലമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമയുടെ ലാഭവിഹിതം ഉൾപ്പെടാതെ മുൻകൂറായി നൽകിയ പ്രതിഫലമാണിതെന്നാണ് റിപ്പോർട്ട്. വിജയുടെ മുൻ ചിത്രമായ ദ ഗോട്ടിൽ 200 കോടിയായിരുന്നു പ്രതിഫലം. ഇതിനെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ജനനായകന്റെ ആദ്യ ടീസർ വിജയുടെ പിറന്നാൾ പ്രമാണിച്ച് അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. ചിത്രത്തിൽ വിജയ് ഒരു പോലീസ് ഓഫീസറായാണ് എത്തുന്നതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. കയ്യിൽ ഒരു വാളുമായി പോലീസ് വേഷത്തിൽ വില്ലന്മാരുടെ മുന്നിലേക്ക് നടന്നുവരുന്ന വിജയിയാണ് ടീസറിൽ കാണുന്നത്. ഒരു പക്ക മാസ് പടമായിരിക്കും ജനനായകൻ എന്ന സൂചനയും ടീസർ നൽകുന്നുണ്ട്. എൻ നെഞ്ചിൽ കുടിയിരിക്കും എന്ന വിജയുടെ ഹിറ്റ് ഡയലോഗോടെയാണ് ടീസറിന്റെ തുടക്കം. വിജയുടെ അവസാന ചിത്രമായതിനാൽ തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് ജനനായകന്റെ ടീസറിനായുള്ള കാത്തിരിപ്പ്. സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് നാരായണ നിർമ്മിക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. 2026 ജനുവരി 9 ജനനായകൻ തിയേറ്ററുകളിലെത്തുക.